അടിയാണുള്ളത് ഈ സിനിമയിൽ. നല്ല എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. ഫുൾ കിൻഡിലിടിയായിരുന്നു. അതെ, ശരവണൻ സാറായിരുന്നു DOP, അടിപൊളിയായിരുന്നു. പിന്നെ AK സാജൻ സാറിൻ്റെ ആയിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പറയണ്ടല്ലോ, എല്ലാം കൊണ്ടും ഒരു അടിപൊളി. അതുപോലെ തന്നെ 7 സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ ഫിലിം കിൻഡിലിടി മാസ്. ഫസ്റ്റ് കോമ്പിനേഷൻ ആണ്, നല്ല അടിപൊളിയായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. ഇപ്പോൾ പേര് പോലെ തന്നെ ഒരു വരവായിട്ടുമായിരുന്നു. പിന്നെ ഷായ്ച്ചയുടെ മൂവി നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം ഉണ്ട്. ത്രില്ലറാണ്. പിന്നെ ജ്യോതിഷേന്റെ സെയിം ഇടി, ഒരു രക്ഷയില്ല. പുള്ളി ഇടിച്ചില്ലെങ്കിൽ നമ്മൾ കയറി ഇടിക്കും. മീൻസ് അങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റോറി പോകുന്നത്. പിന്നെ ഇമോഷണൽ ആണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇമോഷണലി ഡാമേജ് ആവും. മാസമായിട്ട് തന്നെയാണ്. അപ്പൊ അതിനകത്ത് ചെറിയൊരു റോള് ചെയ്ത ആളാണിത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ പേര് ദേവി നന്ദന. ഞാൻ ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട്. മേഴ്സി എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ജ്യോതി ചേട്ടന്റെ പണിക്ക് ശേഷം വന്നൊരു കിടല നൈറ്റ് അല്ലേ, അതിനുള്ള വർക്കുണ്ട് എന്തായാലും. നൈസാണ്. അതെ, ഫാൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഫുള്ളൊരു ജ്യോതിഷേന്റെ ഷോ ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിന്റെ സിനിമ ആണെങ്കിൽ പോലും നമ്മൾ അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, മസ്റ്റ് വാച്ച് ഫുള്ളായിട്ട്. നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ പറയാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് വരെ നമ്മൾ എഴുന്നേറ്റിട്ടില്ല. കാരണം നമ്മൾ ഫുള്ള് ആ ഒരു ഇതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ഒരു അടിപൊളി പണിക്ക് ശേഷമുള്ള ജ്യോതിഷേന്റെ ഒരു കംബാക്ക് തന്നെയാണ്.